നമസ്കാരം. വളരെ പ്രതീക്ഷകളോടെ ഒരു പുതിയ മാസം ആരംഭിക്കുകയാണ്. നാളെ മീനം 1. മീനമാസവുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർക്ക് ഈ മാസം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് ഉള്ളത്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് മീനമാസം കൂടുതൽ അനുകൂലമായി തീരുക എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. പറയുന്നത് പൊതുഫല പ്രകാരമാണ്. ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇഷ്ടദേവതയെ ഒരു നിമിഷം ഏവരും വന്ദിക്കുക. ആദ്യത്തെ നക്ഷത്രം രോഹിണി. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 11 സൂര്യൻ, രാഹു, ബുധൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതിനാൽ തൊഴിൽ ലാഭം വന്നു ചേരുന്ന സമയമാണ്. തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. തടസ്സങ്ങളുണ്ട് എങ്കിൽ ഒരു പരിധിവരെ ഒഴിയാം. പുതിയ ജോലി കണ്ടെത്തുക, അത്തരം കാര്യങ്ങളും സംഭവിക്കാവുന്നതായ സമയമാകുന്നു. പലവിധ കർമ്മ തടസ്സങ്ങളാൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. കർമ്മ തടസ്സങ്ങൾ അകലുന്ന സാഹചര്യം വന്നു ചേരും. സമർത്ഥമായി എല്ലാ കാര്യങ്ങളെയും പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. തന്ത്രങ്ങൾ അത് സമർത്ഥമായി പ്രയോഗിക്കുവാൻ സാധിക്കും. ശത്രുക്കൾ പോലും നിങ്ങൾക്ക് മുൻപിൽ പതറിപ്പോകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുമതി ലഭിക്കുന്നതായ സമയമാണ്. ഇത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതായ സമയമാണ്. പഴയ കടബാധ്യതകൾ പലതുണ്ട്. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ടെൻഷനുകൾ, ആകുലതകൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത്തരം കാര്യങ്ങൾ പ്രധാനമായും കടബാധ്യതകൾ തീർക്കുവാനുള്ള ചില വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിഞ്ഞു എന്ന് വരാം. അത്തരത്തിൽ പൊതുവിൽ അനുകൂലമായി തീരാവുന്ന ഒരു മാസമായി തന്നെ മീനമാസം മാറും. ഈ സമയം ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. മകീരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഇടവക്കൂറുകാർക്ക് മീനമാസത്തിൽ ആഗ്രഹ സാഫല്യം അനായാസമായി തീരും. ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ, ആഗ്രഹ സാഫല്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും വിജയ സാധ്യത വർദ്ധിക്കും. മത്സരങ്ങളിൽ വിജയ സാധ്യത വർദ്ധിക്കും. ബാങ്ക് വായ്പ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ധനം സഹായമായി ലഭിക്കാം. ചിട്ടി, നറുക്കെടുപ്പുകളും എന്നിവയുമായി ബന്ധപ്പെട്ടും ധനാഗമം ഉണ്ടാകുന്നതായ സമയമാണ്. ഈ സമയം നിങ്ങളുടെ ലക്ഷ്യം കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. പലവിധ കരുനീക്കങ്ങളും നിങ്ങൾക്ക് വിജയത്തിലെത്തുവാൻ സഹായകരമായി തീരും. മാസത്തിന്റെ പകുതിയിൽ 2 വർഷത്തിലേറെ തുടർന്ന കണ്ടകശനി അവസാനിക്കുന്നു എന്നതും ഗുണകരമാണ് എന്ന കാര്യം ഓർക്കുക. മിഥുനക്കൂറുകാർക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ് വന്നു ചേരുക. തൊഴിൽ അന്വേഷണം വിജയിക്കും. കഴിവിന് അനുസരിച്ചുള്ള ജോലി ലഭിക്കുവാനുള്ള സാധ്യത വർദ്ധിക്കും. പരീക്ഷകളിൽ ശോഭിക്കുവാൻ സാധ്യത കൂടുതലാണ്. അല്ലെങ്കിൽ വളരെയധികം അനുകൂലമായ ഫലങ്ങൾ പരീക്ഷയുമായി ബന്ധപ്പെട്ട് വന്നു ചേരും. കുടുംബ ബന്ധങ്ങളിൽ തൃപ്തി കുറയുന്നതായ സമയമാണ് എങ്കിലും അത് പരിഹരിക്കുവാൻ നിങ്ങൾക്ക് തന്നെ സാധിക്കും. കൂടാതെ തർക്കങ്ങളിൽ ഏർപ്പെടുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കാം. കൂടാതെ മറ്റു പലരുടെയും തർക്കങ്ങളിൽ മധ്യസ്ഥതയ്ക്കായി ചെല്ലുകയും അത് നിങ്ങൾക്ക് തന്നെ പ്രതികൂലമായി ഭവിക്കുകയും ചെയ്യാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ പുലർത്തണം. ഈ സമയം പരമശിവനെ ആരാധിക്കുന്നതും ശിവക്ഷേത്രത്തിൽ ധാരയും പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കുന്നത് ശുഭകരമായി ഭവിക്കും. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആദിത്യനും ബുധനും ഗുണകാരികളാകയാൽ തൊഴിൽപരമായ നേട്ടങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. പ്രമോഷൻ ലഭിക്കാം. അധികാരമുള്ള ചുമതലകൾ നിങ്ങൾക്ക് ലഭിക്കാം. സഹപ്രവർത്തകരെ ഏകോപിപ്പിക്കുന്നതിൽ നിങ്ങൾ വിജയം കണ്ടെത്തുവാൻ സാധിക്കും. ബുദ്ധിപൂർവമായ നീക്കങ്ങൾ നടത്തുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. വിദ്യയിൽ പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും. ബന്ധുക്കളുടെ പിന്തുണ ആർജിക്കുവാൻ സാധിക്കും. കൂടാതെ നിങ്ങൾക്ക് ശുക്രൻ അനുകൂല സ്ഥിതിയിൽ അല്ലാത്തതിനാൽ പ്രണയത്തെ ബാധിക്കുവാനുള്ള സാധ്യതകൾ ഉണ്ട്. കൂടാതെ ഈ സമയം ചില പിണക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും.
ധനം നേടുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നതായ സമയമാണ്. വിദേശത്തേക്ക് പോകുവാനുള്ള വഴികൾ തെളിയാം. കൂടാതെ ഈ സമയം ശനിയും കൂടി 10ാം ഭാവത്തിൽ വരുന്നത് ആലസ്യം സൃഷ്ടിക്കുവാനുള്ള സാധ്യതകളുണ്ട്. നാളെ ചെയ്യാം എന്ന രീതിയിൽ കാര്യങ്ങൾ മാറ്റി വയ്ക്കുവാനുള്ള സാധ്യതകളുണ്ട്. അത് മനസ്സിലാക്കി തന്നെ നിങ്ങൾ പ്രവർത്തിക്കണം. ആ കാര്യങ്ങൾ തീർച്ചയായും ചെയ്യേണ്ടതാണ് എന്ന ധാരണ വരുത്തുകയും ആ കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക. പൊതുവിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണ്. ധനപരമായ നേട്ടങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും വന്നു ചേരാം. ഈ സമയം പ്രധാനമായും വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭാഗ്യസൂക്തം പേരിൽ നടത്തുന്നതും അതീവ ശുഭകരമായി ഭവിക്കും. പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഒരു മാസം വന്ന് ഭവിച്ചിരിക്കുകയാണ്. ഈ സമയം പല കാര്യങ്ങളിലും പുരോഗതി വന്ന് ചേരുന്നതായ സമയമാണ്. പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ ജീവിതത്തിലുണ്ട്. അത് പരിഹരിക്കുവാനുള്ള വഴികൾ കണ്ടെത്തുവാൻ സാധിക്കാതെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ കൂടിയാണ് നിങ്ങൾ. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. പ്രയാസങ്ങൾ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളിലും അനുകൂലമല്ല എന്ന ചിന്ത മാറ്റിവയ്ക്കുവാൻ സാധിക്കും. ജോലി തേടുന്നവർക്ക് ജോലി അത് താൽക്കാലിക ജോലിയാണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളും പിന്നീട് മാറ്റിവയ്ക്കാം എന്ന ചിന്ത വരാം. എന്നാൽ അത് പാടില്ല എന്ന കാര്യം ഓർക്കണം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ, സന്തോഷ നിമിഷങ്ങൾ വന്നു ചേരാം. മക്കളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. സാമ്പത്തിക കാര്യങ്ങളിൽ ചില ഉത്കണ്ഠകൾ വരാൻ ഇടയുള്ള സമയമാണ്. എന്നാൽ അത് പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പലതര തടസ്സങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതായി വരും. എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. എന്നാൽ എടുത്തുചാട്ടം പൂർണ്ണമായും ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. ഈ സമയം പ്രധാനമായും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് തുളസിമാലയും പാൽപായസവും നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും വിശേഷമാണ്. ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വരുമാന മാർഗവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ്. സ്ഥല വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ലാഭം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. എങ്കിൽ പോലും ടെൻഷൻ വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. കുടുംബ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും ആ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളുടെ മധ്യസ്ഥതയിൽ ഒത്തുതീരുവാനുള്ള സാധ്യത കൂടുതലാണ്. തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. സംഭാഷണത്തിൽ മിതത്വം പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു. ചെയ്യുന്ന പ്രവർത്തികളിൽ ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാകുന്നു. കാര്യവിജയങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉയർച്ച നേടുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയ സാധ്യത നാൾക്ക് നാൾ വർദ്ധിക്കുന്നതുമാണ്. ഈ സമയം പൊതുവിൽ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ചെയ്യുന്ന പ്രവൃത്തികളിൽ തീർച്ചയായും ധനപരമായ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. കർമ്മ മേഖലയിൽ തടസ്സങ്ങൾ അകലുക, ഉദ്ദിഷ്ടകാര്യസിദ്ധി വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ഈ സമയം ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നടത്തി മുന്നോട്ടു പോകുന്നതും കടുംപായസം നടത്തുന്നതും വിശേഷമാണ്. ഈ മാസം തീർച്ചയായും ഈ വഴിപാട് നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസം തന്നെ നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അഷ്ടം രാശിയായ മീനത്തിൽ ആദിത്യൻ സഞ്ചരിക്കുകയാണ്. അഷ്ടമത്തിൽ തുടരുന്ന ബുധ ശുക്രന്മാർ ഭൗതികമായ നേട്ടങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കുക തന്നെ ചെയ്യും. സൗഹൃദം മൂലം സന്തോഷം, ആഡംബര വസ്തുലബ്ധി എന്നിവ ഫലമായി വന്നു ചേരാം. ഉണർന്ന് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. പഠനത്തിൽ ഏകാഗ്രത, പരീക്ഷയിൽ ഏകാഗ്രത പുലർത്തുവാൻ സാധിക്കും. അതിനാൽ വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന സമയമാണ്. അഷ്ടമത്തിലെ രവി രാഹുയോഗം ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷകരമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതിന് സഹായകരമാണ്. അതിനാൽ വാക്കിലും പ്രവൃത്തിയിലും അല്പം ജാഗ്രത പുലർത്തി പോകണം. എങ്കിലും കാര്യങ്ങൾ അനുകൂലമായി തീരാം. ഈ സമയം വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ തീർപ്പ് വന്നു ചേരാം. നവസംരംഭങ്ങൾ തുടങ്ങുന്നതിന് ഗ്രഹാനുകൂല്യം ഇല്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം.
കൂടാതെ ഈ സമയം ധനപരമായ നേട്ടങ്ങൾ, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ചില വ്യക്തികൾക്ക് പ്രതീക്ഷിക്കാതെ തന്നെ സഹായങ്ങൾ ലഭിക്കുക, ബാങ്കുമായി ബന്ധപ്പെട്ട് വായ്പ, ചിട്ടി, നറുക്കെടുപ്പ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനം കൈകളിലേക്ക് വന്നു ചേരാം. ഈ സമയം ഭാഗ്യം തുണയ്ക്കുന്നതായ സമയം തന്നെയാക്കുന്നു. ഈ സമയം തീർച്ചയായും നിങ്ങൾ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഗണപതി ഹോമവും അതോടൊപ്പം ഭഗവതി സേവ കൂടി നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. ഫലങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. മാസാധ്യമോ അല്ലെങ്കിൽ ജന്മനക്ഷത്ര ദിവസമോ തീർച്ചയായും നിങ്ങൾ ഈ വഴിപാട് നടത്തുക. ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആദിത്യൻ അനുകൂലമായിട്ടുള്ള 6ാം ഭാവത്തിലേക്ക് സംക്രമിക്കുകയാൽ ആരോഗ്യപുഷ്ടി വന്ന് ഭവിക്കാവുന്ന മാസമായി തന്നെ മാറും. കാര്യസാധ്യം സുഗമമാകും. സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീർന്നു എന്ന് വരാം. നേതൃപദവി ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. സാമൂഹികമായ അംഗീകാരങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സൗഹൃദങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. പല സഹായ സഹകരണങ്ങളും ഈ സമയം നിങ്ങൾക്ക് ബന്ധുക്കളിൽ നിന്നോ വേണ്ടപ്പെട്ടവരിൽ നിന്നോ ലഭിക്കാവുന്നതാണ്. ഈ സമയം പ്രധാനമായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ അത് തൊഴിൽപരമായും ബിസിനസ് പരമായും വന്നു ചേരാം. ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കുക, കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള വഴികൾ തേടുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. അത് അനുകൂലമായി തീരാവുന്നതുമാണ്. ഇത്തരത്തിൽ നിങ്ങൾക്ക് വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ ഒരു സമയമാകുന്നു. കാര്യങ്ങൾ അനുകൂലമായി തീരാം. കാരണം ഭാഗ്യം തുണയ്ക്കുന്നതായ ഒരു സമയം കൂടിയാകുന്നു. അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് കുവളമാലയും ധാരയും പിൻവിളക്കം നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് ഉള്ളത്. തുലാക്കൂറിലെ വിശാഖം നാളുകാർക്ക് പല വിധത്തിലും നേട്ടങ്ങൾ വന്നു ചേരാം. അധ്വാനത്തിന് അർഹിക്കുന്നതായ ഫലങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ധനസഹായം ഒന്നിൽ കൂടുതൽ വ്യക്തികളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ധനം കൈകളിലേക്ക് വന്നു ചേരുകയോ ചെയ്യാം. സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ദൗത്യങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. വൃശ്ചികക്കൂറിലെ വിശാഖം നാളുകാരെ സംബന്ധിച്ചിടത്തോളം അല്പം ആലസ്യം ബാധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. ചെയ്യുന്ന കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകുന്നതിലൂടെ വന്നു ചേരുന്നതായ തടസ്സങ്ങളെ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. ഭാഗ്യം തുണയ്ക്കുന്നതായ സമയം തന്നെയാണ്. ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കുന്നതായ സമയമാണ്. ഈ സമയം പ്രധാനമായും നിങ്ങൾ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ ഭജിക്കുകയും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിങ്ങളുടെ പേരിൽ ഭാഗ്യസൂക്തവും ഭഗവാന് തുളസിമാലയും ചാർത്തി പ്രാർത്ഥിക്കുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലം തന്നെയാണ്. സൂര്യൻ 4ാം ഭാവത്തിൽ നിന്നും 5ാം ഭാവത്തിലേക്ക് സംക്രമിക്കുകയാണ്. വീടും വീട്ടുകാരും സുഹൃത്തുക്കളും മറ്റും 4ാം ഇടത്തിന്റെ പരിഗണനകളാണ്. അതിനാൽ ഈ സമയം ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടായിരുന്നതായ സമ്മർദ്ദങ്ങൾക്ക് അയവ് വന്ന് ചേരുന്ന സമയമാകുന്നു. 5ാം ഇടം ഭാവനയെയും വിവേകത്തെയും സൂചിപ്പിക്കുന്നതാണ്. അതിനാൽ ആ കാര്യങ്ങളിൽ അല്പം കരുതൽ നിങ്ങൾക്ക് ആവശ്യമാകുന്നു. ശനി കൂടി മാസം പകുതിയിൽ 5ാം ഇടത്തേക്ക് പ്രവേശിക്കുന്നതിനാൽ കണ്ടകശനി തീരുന്നതുമാണ്. വ്യക്തിപരമായ സുഗമതയും സ്വസ്ഥതയും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാണ്. അനാവശ്യമായ സമ്മർദ്ദങ്ങൾ നേരിടേണ്ടതായി വരില്ല. ബിസിനസ് പരമായ മെച്ചങ്ങൾ, അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. വ്യാഴാനുകൂലം ഉള്ളത് സൗഭാഗ്യത്തിന് കാരണമാകുകയും ചെയ്യും. അഷ്ടമത്തിലെ ചൊവ്വ 3 ആഴ്ചയ്ക്ക് ശേഷം രാശി മാറുന്നതും നിങ്ങൾക്ക് ഗുണകരമാണ്. സ്വാതന്ത്ര്യം നിങ്ങൾക്ക് അനുഭവപ്പെടും. ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയ സാധ്യത വർദ്ധിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. പൊതുവിൽ കാര്യങ്ങൾ അനുകൂലമാണ്.
ഉദ്ദിഷ്ടകാര്യ സിദ്ധി വന്നു ചേരും. കാര്യവിജയങ്ങൾ, അനുകൂലമായ ഫലങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ, ധനപരമായ ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ ഒരു മാസം തന്നെയാണ്. ഈ സമയം പ്രധാനമായും സാക്ഷാൽ പരമശിവനെ നിങ്ങൾ ആരാധിക്കണം. ശിവമന്ത്രങ്ങൾ ജപിക്കുകയും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് ധാരയും പിൻവിളക്കും ശത്രു സംഹാര പുഷ്പാഞ്ജലിയും നടത്തി പ്രാർത്ഥിക്കുക. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും.